ഇത്രയും നാൾ ഇവനെയൊക്കെ ചികിത്സിച്ചോ ഞാൻ. ഇന്നൊരു മുറിവീതം വന്നപ്പോ എല്ലാ നാളുകളും അവന്റെ പുറകെ. ഇതിങ്ങനെ വിട്ടാ ഡോക്ടറിൽ നിന്ന് ഈച്ചടിക്കേണ്ടി വരും. ഇവനൊന്ന് ഒതുക്കാൻ എന്താറപ്പാ ഈ ഒരു വഴി? വഴിയൊക്കെ നമുക്കുണ്ടാക്കാം. വാ. മേരിക്കുട്ടിയെ, അല്ല നീ ഇവിടെ വന്നിരിക്കുകയാണ്? അങ്ങോട്ട് എന്നാ കറിക്കുന്നരച്ച്? അമ്മച്ചി, എനിക്കൊരു വയറ്റുവേന. അതിന് കാലത്ത് കണ്ടാടച്ചാണെ വല്ലതും തിന്നാ? ഇല്ല. ആ, എന്നാ വായുവിന്റെ കയറ്റമായിരിക്കും. നീ ആ ബാബുമോന്റെ ആശുപത്രി ചെന്നിത്ര മരുന്ന് മേടിച്ചു കുടിക്ക്. ശരി അമ്മച്ചി. എടിയടി, എങ്ങോട്ടാ? മരുന്ന് മേടിക്കാൻ. ഈ വേഷത്തിലാ? പോയി സാരിയും ബ്ലൗസും മാറ്റിട്ട് പോടി തന്നെ. സാറേ, ഒരു അർജന്റ് രോഗി വന്നിട്ടുണ്ട്. അർജന്റ് രോഗിയോ? ആരാ? ഈ കയറി വാ ചേച്ചി. ഈ ഗുളിക കാലത്തും വൈകിട്ടും ഓരോന്ന് കഴിക്കുക. മേരിക്കുട്ടിയാണോ അർജന്റ് രോഗി? എന്താ വന്നത്? എനിക്ക് നെഞ്ചിനകത്ത് ഒരു വേദന. നീ വരൂ. ഇവിടെ കയറി കിടന്നേ. കിടന്നേ. ഇവിടെ വേദനയുണ്ടോ? ഇല്ല. ഇവിടെ? പിന്നെ എവിടെ വേദന? മേരിക്കുട്ടി, നീ എന്താ കണ്ണടച്ചത്? ഞാൻ നോക്കിയിട്ട് അസുഖമൊന്നും കാണുന്നില്ലല്ലോ. ബാബുമോനെ, ഇങ്ങോട്ടൊരു സോക്കേടുകാരി വന്നല്ല. ഇവിടെ ഉണ്ട്. എന്നതാ മോനെ ഇവക്കടെ സോക്കേട്? ഇച്ചിരി കൂടുതലാ. 10 ദിവസം ഫുൾ പട്ടിണി കിട്ടാ മതി, മാറും. അരുളപ്പാ, എടാ അരുളപ്പാ. എന്തോ? ബാബുമോന് ചോറ്. അമ്മച്ചി, കൂട്ടാൻ എരിവ് കൂടുതലുണ്ടോ? നീ പോടാ. ബാബുവിന്റെ ഇഷ്ടവും ശീലമൊക്കെ എനിക്കറിയാം. നീ അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ മതി. അമ്മച്ചി, ഈ ടാബ്ലറ്റ് ദിവസം 3 നേരം കൊടുക്കണം. പകല് മുഴുവനും ചീക്കപ്പോത്തിനെ പോലെ കിടന്ന് ഉറക്കമാണ് മോനെ അവള്. അതിന് മരുന്ന് വേണ്ട അമ്മച്ചി. നമുക്ക് ഇവിടെ നല്ലൊരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതി. എന്താണ് ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. വിശേഷം നല്ലതും സാർ അറിഞ്ഞ? എന്താ? സാറിനെ പറ്റി ഇന്നത്തെ അന്തിപത്രത്തിൽ ഒരു അവഖ്യാതി വന്നിട്ടുണ്ട്. അവഖ്യാതി? ഓ, ആ കള്ളക്കൈവരി പത്രാധിപര പണിയാ. എടാ, ഇതാ ആറാൻ പറഞ്ഞ രാജപ്പൻ ഡോക്ടർ കായ് കൊടുത്ത് എഴുതിച്ചിട്ടുള്ളതാ. രണ്ടിനെയും നമുക്ക് തപ്പാൻ മമ്മൂക്ക. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ദയവാ അയച്ചു നോക്ക്. ബാബു സാറ് കള്ള ഡോക്ടറാണെന്നും ഇതിനകത്ത് കള്ളുകൂടിയും വ്യഭിചാരവും നടക്കണമെന്നാ എഴുതി വെച്ചിരിക്കണ. ഞമ്മക്കിട്ടൊരു അടിയാ അടിച്ചിരിക്കണത്. എന്താ? എന്റെ അടി ഏറ്റില്ലേ? ഏറ്റുവാശാലേ ഏറ്റു. താനൊരു ഭയങ്കരനാണ്. തന്റെ ഈ മഞ്ഞപത്രത്തെ റിപ്പോർട്ട് ഇത്ര കേശമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്ത് എഴുതിയാലും യേശു ഡോക്ടറെ. ഇത് കണ്ടോ? ഇതാണ് എന്റെ മാരകായുധം. ഇവനെ ഒന്ന് ചലിപ്പിച്ചാൽ മന്ത്രിമാർ വരെ നടുങ്ങും. പോലീസ് ഉടനെ ഇത് അന്വേഷിക്കൂ. അന്വേഷിക്കുമെന്നു. നാളെ ഈ നേരത്തെ അവൻ ജയിലിൽ കിടന്ന് ഗോറം കൊണ്ട് തിന്നുമ്പോ. ഈ ന്യൂസ് ഒന്ന് എഴുതി ഉണ്ടാക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാവൂ. താൻ വിഷമിക്കണ്ട, ഞാനത് അറിഞ്ഞു ചെയ്യാം. അല്ല, ഡോക്ടർ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പൊ കടലാസും അച്ചിന് മഷിക്കൽ എന്ത് വില കൂടുതലാണെന്നു. കള്ളിന് ഒരു വില കൂടിയിരിക്കുക, പിന്നെയാണോ കടലാസിനും മഷിക്കും വില കൂടാത്തത്? ഇതിരിക്കട്ടെ. കുറെ നാളായിട്ട് ഇവിടെ കൊലപാതകമായിരുന്നു. അങ്ങത്തെ രാത്രി ആയാൽ കുറെ രൗഡികൾ സ്ഥിരമായി വെള്ളം അടിക്കുന്നത് അതിനകത്ത് വെച്ച ആ ഡോക്ടർ എന്ന് പറയുന്നതാണ് അവരുടെ നേതാവ്. ശരിക്കൊന്ന് പൂശണം അങ്ങത്തെ. ഐ ആം വെരി സോറി ഫോർ ദി ട്രബിൾ ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ ആശുപത്രിയെ പറ്റി പേപ്പർ ന്യൂസും പെറ്റീഷനും ഒക്കെ വന്നാൽ ഞങ്ങൾക്ക് എൻക്വയറി നടത്താതിരിക്കാൻ ഒക്കുമോ? പത്രത്തിൽ വന്ന ന്യൂസ് ശരിയല്ലേ സാറേ? അല്ല, ഡോക്ടർ സന്തോഷ് ബാബു ഔദ്യോഗിക അംഗീകാരമുള്ള ആളാണ്. BSc MBBS.
സർട്ടിഫിക്കറ്റ് ഒക്കെ സാർ പരിശോധിച്ചോ? പരിശോധിച്ചു. അവയെല്ലാം ഒറിജിനൽ ആണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഗുഡ് ലക്ക് ഡോക്ടർ. താങ്ക് യു. നീ ഇങ്ങോട്ട് മാറി നിൽക്കടി പെണ്ണേ. ഓടിക്കോ ഓടിക്കോ രാജപ്പ നാട്ടി ഓടിക്കോ അല്ലെങ്കിൽ മേടിക്കും തട്ട്. ഓടിക്കോ ഓടിക്കോ രാജപ്പ നാട്ടി ഓടിക്കോ അല്ലെങ്കിൽ മേടിക്കും തട്ട്. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഉഷേ, സ്വർണ്ണക്കടയിൽ പോകണ്ടേ? വേഗം വരൂ. എന്താ കുമാരൻ? കൊച്ചമ്മയ്ക്ക് വീട് വരെ ഒന്ന് പോയാൽ കൊള്ളാം. വയ്ക്കോട്ടെ, കുഞ്ഞുങ്ങളെ കൂടി അവർക്ക് സ്കൂളിൽ പോകണ്ടേ? ഇളയ കുഞ്ഞമ്മയെ കാണാതെ. ഇളയ കുഞ്ഞ് അല്ലേ? അത് നമ്മൾ തന്നെ കൊണ്ടുപോയിക്കോട്ടെ. നമ്മുടെ വണ്ടി, ആ വണ്ടി ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്. ബാല, എനിക്കൊരു അരഞ്ഞാണം കൂടെ വാങ്ങിക്കണം. 25 പവന്റെ അരഞ്ഞാണ എന്റെ ഇടിപ്പിക്കിടന്നതാ. ദാ ഇവളുടെ അച്ഛൻ ഊരിക്കൊണ്ടുപോയി ഇട്ട് കളഞ്ഞു. ശരിയമ്മായി, വാങ്ങിച്ചോണ്ട് വരാം. മമ്മി, വെള്ളി മതിയല്ലോ. എന്താടി, എനിക്കത്ര വയസ്സായി പോയോ? അവൻ ഇഷ്ടമുള്ളത് മേടിക്കും. നിങ്ങൾക്ക് സ്കൂളിൽ പോണ്ടേ മക്കളെ? പരീക്ഷ കഴിഞ്ഞാലുടനെ മമ്മി അപ്പൂപ്പനെ പറഞ്ഞു വിടാം. അപ്പൂപ്പന്റെ കൂടെ വന്നാ മതി. അറിയാതെ മക്കളെ, കുഞ്ഞിപ്പോ ഇവിടുന്ന് പോകുന്നത് അല്ലാതെ വേറെ മാർഗമില്ല അടിയമ്മേ. ഇതിൽ കൂടുതൽ സഹിക്കാൻ എനിക്ക് ശക്തിയില്ല. ഇനി ഇവിടെ നിന്നാൽ ഞാൻ എന്തെങ്കിലും കടും കൈ ചെയ്തിട്ട് പോകും. രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടണം. സജി പല്ല് തേക്കാൻ മടിച്ചു നിൽക്കും. അത് ശ്രദ്ധിക്കണം. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാൻ മുന്നേ. നീന്നെ സജി രാവിലെ എഴുന്നേക്കാൻ മടിക്കരുത്. നാളെയമ്മ പറയുന്ന അനുസരിക്കണം. ഡാഡിയെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. ഇല്ല മമ്മി. അമ്മായി ഉഷയിരിക്കുന്നിടത്ത് പോകരുത്. ഇല്ല മമ്മി. ഇങ്ങ് തരൂല്ലേ? കുമാരേട്ടാ, എന്റെ കുഞ്ഞുങ്ങൾ എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഇനി ഇവിടെ ആരും ഒരു തരി മണ്ണ് പോലും നുള്ളിയിടുകയില്ല. ഇവരെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞ് സമാധാനമായിട്ട് പോ. മോനെ, മോനെ, നീനെവിടെ?
തന്നെ വെച്ചു. അവരുടെ നാട്ടിൽ നിന്ന് പുതിയ വേലക്കാരി വരണുണ്ട്. അതുകൊണ്ട് എന്റെ അടുക്കൽ പോയിക്കൊള്ളാൻ പറഞ്ഞേ. നീ ഏമാനെ കണ്ടോ? കാലുണ്ടെന്ന് പറഞ്ഞു. ശമ്പളം തീർത്താ തള്ളയുടെ കൈ കൊടുത്തയച്ചു. ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കാണും ഞാൻ വല്ലതും പറയുന്ന അവർക്ക് പിടിക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്. തൽക്കാലം ഇന്ദുക്കുഞ്ഞിന് വീട്ടിൽ പോയി നിൽക്കും. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. നീ വിഷമിക്കണ്ട. ഇവിടെ ഒരു വാതി ഒഴിപ്പിക്കൽ നടത്താറുണ്ട്. അത് കഴിയുമ്പോ എല്ലാം നേരെ ആയിക്കൊള്ളൂ. വരട്ടെ മോളെ, വരട്ടെ മോനെ. കാശൊന്നും കൊടുക്കണ്ട. ദിവസം 3 നേരം. എന്താ ഇവൾക്കൊരു വയറ്റുവേദന? എപ്പോ തുടങ്ങി? കുറച്ചുനാളായി. ഇരിക്കും. ഈ കുപ്പിയൊന്ന് കഴുകിക്കൊണ്ടുവരാൻ പഠിച്ചു. കഴുകിയിട്ട് പോകുന്നില്ല, മരുന്നിന്റെ കറയാ. എന്താടി? എന്ത് പറ്റി? കണ്ടോ? ഇത് ആശുപത്രിയോ വ്യഭിചാരശാലയോ? ഇതിന് സമാധാനം ഉണ്ടാക്കാൻ ഞാൻ അവിടെ പോകത്തില്ല. എടോ ഡോക്ടറെ, ഇങ്ങോട്ടിറങ്ങി വേണം. ഇങ്ങോട്ടിറങ്ങി വരാൻ. തന്റെ ചികിത്സ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. ഇങ്ങോട്ടിറങ്ങി വരാനാ പറഞ്ഞത്. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? നിങ്ങളൊക്കെ ഈ നാട്ടിൽ ചെറുപ്പക്കാരല്ലേ? എന്റെ സഹോദരിയെ ചികിത്സിപ്പിക്കാനാ കൊണ്ടുവന്നത്, അല്ലാതെ ഡോക്ടറെ കൊണ്ടോ? തന്റെ സഹോദരിയെ ഡോക്ടർ എന്ത് ചെയ്തെന്നാ പറയണേ? എന്ത് ചെയ്തെന്നോ? പരിശോധിക്കാന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടിട്ട് അവളെ കയറി പിടിച്ചിരിക്കും. ഇത് കണ്ടോ? എടി, നീ ആ ചാത്തനാട്ടുള്ളതല്ലേ? അല്ല, ഞാൻ തലക്കുളത്തുള്ളത്. ഓ, വേലുത്തമ്പിയുടെ അനിയത്തിയായിരിക്കും. എടി, നീ ആ പുഷ്പാങ്കരം പോലുള്ള തെക്കിലെ നാടകക്കാരി തിലോത്തമ്മയല്ലേ? നിനക്ക് 4 ഭർത്താക്കന്മാരല്ലേ? സത്യം പറഞ്ഞോ? ഇല്ല, നിന്നെ കടാപ്പുറത്ത് നോക്കിക്കൊണ്ടോ? സത്യം പറടി, നീ ആ തിലോത്തമ്മനല്ലേ? ഞാനൊന്നും പറയണ്ട. സത്യം പറഞ്ഞാൽ നിന്നെ വന്ന പോലെ തിരിച്ചു വിടാം. അല്ലെങ്കിൽ നിന്റെ കാലെ പിടിച്ച് പറിച്ച് കിറിയാൻ കടലെറിയും. എന്റെ പൊന്നാങ്ങളെ വരെ എന്നെ തല്ലല്ലേ. ആ രാജപ്പൻ ഡോക്ടറും റപ്പായി ചേട്ടനും കൂടിയാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. കാക്കാ, എപ്പോഴെങ്ങനെ വിട്ടാ പറ്റില്ല. പിടിച്ചാ എങ്ങോട്ട് കഴി. ജോയ്, അവളൊന്നും ചെയ്യണ്ട. വയറ്റിപ്പഴുപ്പിന് വേണ്ടി അവളെന്താ വേഷം കെട്ടിയതാ? പാവം. പാവമാ? 6 പറഞ്ഞ പന്നിയ രാജ്യം. എന്തെങ്കിലും ആവട്ടെ, നീ വയ്ക്കും. ഈ പ്രേസിനെ കണ്ടുപോരുത്. ഓടി ഓടി.